സഭാ നേതൃത്വവുമായിട്ട് ഒരു പ്രശ്നവുമില്ല. സഭയുടെ വോട്ടുകൾ കൃത്യമായിട്ടും പെട്ടിയിൽ തന്നെ വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. എനിക്ക് പൂർണ്ണമായ ബോധ്യമുണ്ട്. അവർക്കൊപ്പമാണ് നിൽക്കുന്നത്. ഞാൻ അവരോടൊപ്പമാണ്. അവർ ആഗ്രഹിക്കുന്ന പ്രശ്നങ്ങളൊക്കെ പാർലമെന്റിൽ എപ്പോഴും. കുഴപ്പത്തിലാകട്ടെ, ഈ ചർച്ച് ബില്ലുമായി ബന്ധപ്പെട്ട നിലപാട് ഇപ്പൊ പറയാനുള്ള ധൈര്യമുണ്ട്. ഞാൻ ചർച്ച് ബില്ല് ആ രണ്ടു വിഭാഗങ്ങളും യോജിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. ഞാൻ അവരുടെ രണ്ടുപേരുടെയും ഇന്നലെ കോട്ടയത്ത് നടന്ന സമ്മേളനത്തില് അവരുടെ റാലി ഫ്ലാഗ് ഓഫ് ചെയ്ത് ഞാനാ. അത് കഴിഞ്ഞ് 2 മണിക്കൂറിനകത്ത് ഞാൻ പിന്നെ കരിങ്ങാച്ചിറയിൽ മറുവിഭാഗത്തിന്റെ മെത്രാപ്പൊലീത്തയ്ക്ക് നൽകിയ സ്വീകരണത്തിൽ ഞാൻ പങ്കെടുത്തു. എനിക്ക് രണ്ടു കൂട്ടരോട് ഒരു പ്രത്യേകിച്ചില്ല. രണ്ടു കൂട്ടരും എല്ലാ കാര്യങ്ങളിലും എന്നെ സഹകരിപ്പിക്കാറുണ്ട്. അവർക്ക് തൃപ്തരാണ്. നമ്മുടെ ഈ കോട്ടയം മണ്ഡലത്തിൽ എപ്പോഴും വിധി നിശ്ചയിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിന്റെ വോട്ടാണ് എന്ന് പൊതുവെ പറയാറുണ്ട്. അപ്പോൾ LDFനും ശക്തമായിട്ടുള്ള ഒരു സ്വാധീനമുള്ള മണ്ഡലമാണ് കോട്ടയം. സുരേഷ് കുറുപ്പിനെ 4 തവണ പാർലമെന്റിൽ എത്തിച്ചിട്ടുണ്ട്. അതേസമയം രമേശ് ചെന്നിത്തല 3 തവണയും പാർലമെന്റിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ LDF സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ പരമ്പരാഗതമായി കിട്ടിയിരുന്ന കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ചയുണ്ടാകുന്നത് ടെൻഷൻ ഉണ്ടാകുന്നു. ഒരു കാര്യം കൂടി സൂചിപ്പിക്കണം, അരുൺ അത് വിട്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത്. 957 മുതൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ 15 തെരഞ്ഞെടുപ്പുകൾ നടന്നു. 6 തെരഞ്ഞെടുപ്പുകളിലും വിജയിച്ചത് കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ്. ആ 5 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളാണ്, സുരേഷ് കുറുപ്പ് ഉൾപ്പെടെ. 4 തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചുള്ളൂ. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചതും കേരള കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി തന്നെയാണ്. ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ വിധി നിർണയിക്കുന്നത് രാഷ്ട്രീയമായി നോക്കിയാൽ കേരള കോൺഗ്രസ് പാർട്ടി ആയിരിക്കും. ഇന്ന് കേരള കോൺഗ്രസ് പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടെന്നൊക്കെ എല്ലാവരും പറയും. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിച്ച, സുപ്രീം കോടതി അംഗീകരിച്ച രജിസ്റ്റേർഡ് ആയിട്ടുള്ള പ്രാദേശിക പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് കേരള കോൺഗ്രസ് എം ആണ്. കേരള കോൺഗ്രസ് പാർട്ടി ഏതെന്ന് ചോദിച്ചാൽ അത് കേരള കോൺഗ്രസ് എം ആണ്. ബഹുമാനായ KM മാണി സാറിനെ പിന്തുടരുന്നവരാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തില്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്കൊപ്പം ചേർന്ന് അപ്പോൾ ഈ മണ്ഡലത്തിൽ നിന്ന് തന്നെ നമ്മൾ കുതിരയുടെ യാത്ര തുടങ്ങാം എന്നാണ് കരുതിയത്. നിങ്ങളുടെ ചിഹ്നമായിരുന്നല്ലോ. തീർച്ചയായും 87 നഷ്ടപ്പെട്ടു പോയതാണ് കുതിര. ഇനി അവർ ചോദിച്ചു ചോദിക്കട്ടെ, ഇനിയിപ്പോ 2 ചിഹ്നമായിരിക്കുമല്ലോ കൂടുതൽ താല്പര്യം. അപ്പോ ഈ 2 ചിഹ്നത്തിന് പകരം കുതിര തന്നാലോ? അല്ല, അതിന് അങ്ങനെ ചോദിക്കാനൊക്കെയില്ല. ഈ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ തീരുമാനമനുസരിച്ച് ലൈവായിട്ടുള്ള ചിഹ്നങ്ങൾ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സാധ്യതയില്ല. 2 ചിഹ്നം ഞങ്ങളുടെ ഭാഗ്യ ചിഹ്നമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. എവിടെ ചെന്നാലും ഞങ്ങളെ ഇടതുപക്ഷത്തോട്ട് പോയതിനെ കുറിച്ച് അതൃപ്തി പ്രകടിപ്പിക്കുന്നവർ പോലും ഞാൻ തുടക്കം മുതൽ വോട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ 2ലാണ്. ഒഴിഞ്ഞു പോകാതിരിക്കട്ടെ, മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കട്ടെ. താങ്ക് യു വെരി മച്ച്.